ചെയ്യില്ല. ചിലവരങ്ങനെ ചെയ്യും. അതാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. ഒരുപാടുണ്ട്ട്ടോ. കാരണം ഞാൻ ചെറിയ ചാനലാണ്. മുബാറക്ക്ക്കാനോട് പറയാം. ഉച്ചക്ക് കേൾക്കാത്തോണ്ട്. ഉച്ചക്ക് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞതായിരുന്നു. വേറെ 2 ചാനലുകാരുണ്ട്. അവരെന്നെ കുറിച്ച് അപവാദം പറയുന്നുണ്ട്. അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ള ചാനലിലേക്കൊക്കെ സബിന് വേണ്ടി ലൈവിൽ കയറുമ്പോൾ അവരുടെ എല്ലാം ഇൻസ്റ്റ വാങ്ങിയിട്ട് അവരുടെ എല്ലാം പോയിട്ട് എന്നെ പറ്റി മോശമായിട്ടൊക്കെ പറയുന്നതാണ്. അപ്പൊ അവരൊക്കെ എന്നെ അവഗണിക്കുക. അതുപോലെ തന്നെ മോശമായിട്ടൊക്കെ ഞാൻ ലൈവിൽ പോകുമ്പോൾ ഒക്കെ നമുക്കൊരു അവഗണന ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ട്. കാരണം ഞാനിപ്പോ പുതിയൊരു ചാനലാണ്, കേറി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകാരുണ്ട് ട്ടോ. എനിക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്ന ചാനലുകാരുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. കാരണം എനിക്ക് എന്ന് പറയാൻ എന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ അതിന്റേതായ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം എന്ന് പറയാൻ അറിയില്ല. ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. ഓരോരുത്തരും ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഓരോരോ കാരണത്തിനായിരിക്കുമല്ലോ ഇത് തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അഭിനയം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരായിട്ടൊന്നും അല്ലല്ലോ ഇതിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കില്ലേ ഇതിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ നമുക്ക്. അത്